വിഷാദം അഥവാ ഡിപ്രഷൻ നമ്മളിൽ പലരും കേട്ട് പരിചയമുള്ള ഒരു രോഗാവസ്ഥയാണല്ലേ ഇത്. ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് വളരെ അധികമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ എക്സാമിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ തോൽവികൾ വരെ അവരെ വളരെ വിഷമത്തിലാക്കും അല്ലേ. അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയോ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമോ, അല്ലെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇതാണോ ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഒക്കെ അനുഭവിക്കുന്നതും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നതും ശരിക്കും പറഞ്ഞ ഒന്നാണോ? നമുക്ക് നോക്കാല്ലേ. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വളരെ ദൈർഘ്യമേറി, അതായത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിഷാദഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. അതായത് രാവിലെ മുതൽ രാത്രി വരെയും ഒരു സങ്കടഭാവം, നമുക്കൊന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ, നമ്മൾ മുന്നേ ഒരുപാട് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവരായിക്കോട്ടെ, നമ്മൾക്ക് ടി വി കാണാൻ ആഗ്രഹമുള്ളവരായിക്കോട്ടെ, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ചിൽ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ, ഇങ്ങനെ പല പല ആഗ്രഹമുള്ളവരായിരിക്കും മനുഷ്യരല്ലേ. പക്ഷെ നമ്മൾ മുന്നേ ഒരുപാട് ആസ്വദിച്ച് ചെയ്തിരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് ചെയ്യാനൊരു താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഡിപ്രഷനിലെ ഒരു രണ്ടാമത്തെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മൂന്നാമത്തേതായിട്ട് വല്ലാത്തൊരു ക്ഷീണം, അതായത് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ നമുക്കൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ്റെ ഒരു മൂന്നാമത്തെ ഒരു അവസ്ഥ. അതായത് എപ്പോഴും ക്ഷീണം, ഒന്ന് കിടന്നാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്ത നമ്മൾ എപ്പോഴും പിടികൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ. ഈ ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കൃത്യമായിട്ടൊരു സമയത്ത് ഉറങ്ങാൻ പറ്റാത്തതാണോ എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷേ ഒരു ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവുന്ന ഒരവസ്ഥ. നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു 6 മണിക്ക് രാവിലെ എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നേ, അതായത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീക്കോ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് തുടർച്ചയായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കാം. ഇങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ രാവിലെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഒരു ഉണർവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. നമുക്ക് രാവിലെ മുതൽ തന്നെ വീണ്ടും ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും നമ്മളപ്പോൾ പോവാം. ഇനി വിശപ്പില്ലായ്മയുടെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ്. ഇതൊരു വിശപ്പില്ലായ്മ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പം നമുക്കത് ഭക്ഷണം കഴിക്കുമ്പോൾ പഴയൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരിക. ഇതാണ് ഡിപ്രഷൻ്റെ ഒരു അടുത്ത ലക്ഷണമായിട്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഡിപ്രഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഏകാഗ്രത കുറവായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പഠിക്കാൻ തോന്നാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോലിയിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും ഇപ്പം നമ്മുടെ പേര് ചോദിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുത്തത് പറയാൻ പറ്റില്ല. നമുക്ക് വളരെ അറിയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഓർത്തെടുത്ത് പറയാൻ വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നാം. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സ്ലോനെസ് ഫീൽ ചെയ്യാം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന വർക്കുകളൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുന്നത്തേതിനേക്കാളെ ഇരട്ടി സമയം എടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിപ്രഷനിലുള്ളവരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ്. അതായത് കുറേ വിഷാദ ചിന്തകൾ നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇതൊക്കെ കഴിയുമ്പോൾ അവസാനമായിട്ട് വരാൻ പോകുന്നത് കുറച്ചുകൂടെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അതായത് ഒരുപാട് ഡിപ്രഷൻ, വിഷാദപരമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങും. എന്നെക്കൊണ്ട് ഇനി ഒന്നിനും വയ്യ, എന്നെക്കൊണ്ട് ഈ ലോകത്തിന് ഒരു ഉപകാരമില്ല, ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ വളരെ സ്ട്രെസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എനിക്കൊണ്ട് ഒരു പോസിറ്റിവിറ്റിയും ഈ ലോകത്തിനില്ല, ഞാൻ ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് തോട്ട്സ്, ഞാൻ ഒരു തോൽവിയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരുന്നതാണ്.
ഇത് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് സൂയിസൈഡൽ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഡിപ്രഷൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂയിസൈഡിലേക്ക് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ട്സ് വരിക എന്നുള്ളതൊക്കെയാണ്. ഡിപ്രഷൻ തോട്ട് വരുമ്പോൾ നമുക്ക് സൂയിസൈഡൽ ടെംപ്റ്റേഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. ഈ ഡിപ്രഷൻ്റെ സൂയിസൈഡൽ തോട്ട്സിന് നമുക്ക് രണ്ടായിട്ട് ആക്ച്വലി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആക്റ്റീവായിട്ടുള്ളതുണ്ട്, മറ്റൊന്ന് പാസീവായിട്ടുള്ളതുണ്ട്. ഈ പാസീവായിട്ടുള്ളത് അത്ര ഭീകരമായ ഒരു അവസ്ഥയല്ല. കാരണം പാസീവായിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചാൽ മതി. നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് വിടുന്നുണ്ടാവില്ല. കാരണം എങ്ങനെയെങ്കിലും, അതായത് ഒരു ആക്സിഡന്റ് വന്നപ്പോൾ നമ്മളൊന്ന് മരിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമൊക്കെ വന്നിട്ട് നമ്മളങ്ങ് മരിച്ചു പോയാൽ മതി എന്നൊക്കെയുള്ളൊരു തോട്ട്. നമ്മളായിട്ട് അതിനൊന്നും ചെയ്യില്ല, പക്ഷേ ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെയുള്ളൊരു തോട്ട് വരും. ആക്റ്റീവ് ഉള്ള ആൾക്കാർ കുറച്ചുകൂടി അപകടകരമായ അവസ്ഥയിലാണ്. കാരണം അവരാണ് കൂടുതലായിട്ട് സൂയിസൈഡ് ചെയ്യുന്നത്. അതായത് അവർ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരെ കുറച്ചുകൂടെ കെയർ ചെയ്തിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കാറുണ്ടല്ലോ, അതൊരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിക്കുന്നത് ആരാണ്, ഒരു ഏജ് കഴിഞ്ഞിട്ടൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും ഡിപ്രഷൻ പൊതുവെ ബാധിക്കാറുണ്ട്. ഇപ്പം ചെറിയ കുട്ടികളിലാണെങ്കിൽ അവർക്ക് ഒരുപാട് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഡിപ്രഷൻസ് വരുമ്പോൾ. ഇനി യുവാക്കളിലോ അല്ലെങ്കിൽ കൗമാരക്കാരിലൊക്കെ ആണെങ്കിൽ എന്താണ്, ഒരുപാട് കൂടുതൽ നേരം ഉറങ്ങുക, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് കണ്ടുവരാറ്. ഇനി യുവാക്കളിലാണെങ്കിലോ, യുവാക്കളിൽ ഇതൊരു തരത്തിലുള്ള ലഹരി ആയിട്ടാണ് കണ്ടുവരാറുള്ളത്. ലഹരിക്ക് അവർ കൂടുതൽ അഡിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് മുതിർന്ന ആൾക്കാരിലാണെങ്കിലോ ഇതൊരു ശാരീരിക അസ്വസ്ഥതകളാണ് കൂടുതലുണ്ടാവുക. അതിനൊരു മനോജന്യ രോഗങ്ങൾ എന്നൊക്കെ പറയും. അതായത് മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന അവസ്ഥ. അപ്പം നമ്മളിങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്യും. നമുക്ക് നടുവേദനയും തലവേദനയും സന്ധിവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുള്ളൊരു വിഷമം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു വിഷാദ രോഗത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണമായിട്ട് നമുക്കതിനെ കണക്കാക്കാവുന്നതാണ്. ഇനി ചികിത്സ നേടിയിട്ട് ഇത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡിപ്രഷൻ്റെ തന്നെ നമുക്ക് എന്താണ് മോഡറേറ്റോ അല്ലെങ്കിൽ മൈൽഡായിട്ടും അല്ലെങ്കിൽ എന്താണ് സിവിയർ ആയിട്ടൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ മൈൽഡ് എന്ന് പറയുന്നത് ഇതൊരു തുടക്കത്തിലുള്ള ഒരു സംഭവമാണ്. അതിലൊരു കൗൺസിലിംഗ് കൊണ്ടോ ഒരു മെഡിറ്റേഷൻ കൊണ്ടോ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലോ കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ മോഡറേറ്റ് ടു എന്താണ് സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് കൂടുതൽ ചികിത്സകൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു മെഡിസിനൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഒരു ലൈഫ് ലോങ് അല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. നമ്മുടെ അസുഖം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഡോസ് കുറച്ച് വരാനും പിന്നീട് എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇപ്പോൾ സൂയിസൈഡൽ ടെംപ്റ്റേഷൻ ആണെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം 2 വർഷം മുന്നേ വരെ നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തൊരു പീരീഡാണല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, ഈ ഒരു കോവിഡ് കാലഘട്ടം നമുക്ക് പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നത്. അതൊരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിക്കോട്ടെ, ഇങ്ങനെ ക്വാറന്റൈൻ, പിന്നെ മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക സാനിറ്റൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പുതുമയുള്ള സംഭവങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നതൊക്കെ. ഇതൊക്കെ ആൾക്കാർക്ക് പരിചയമില്ല. നമ്മൾ പുതിയ കാര്യമായിട്ട് അഡാപ്റ്റ് ആയതാണ്. ഈ ഒരു ഐസൊലേഷൻ സമയമൊക്കെ നമ്മളിൽ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിഷാദരോഗത്തിൽ എന്താണ് അടിമപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മളിങ്ങനെ നമുക്ക് ചുറ്റും ആൾക്കാരെ കണ്ടുമുട്ടുകയാണ്. ഇതുപോലെ സഫർ ചെയ്യുന്ന, ഇതുപോലെ വിഷമിക്കുന്ന, വിഷാദരോഗത്തിലേക്ക് വീണു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവുമല്ലേ. അവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മുടെ പരമാവധി സപ്പോർട്ട് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. അവരെ ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് അവർക്ക് എന്താണ് ഒരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ. താങ്ക് യു.